രണ്ട് ഷർത്തുണ്ട് നോമ്പിന്. ഈമാനൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ റമദാനായി നോമ്പെടുത്തു അല്ല, നാട്ടുകാർക്കെല്ലാം നോമ്പുണ്ട് എനിക്കും നോമ്പുണ്ട് അല്ല, ഞാൻ മാത്രം എങ്ങനെ നോമ്പെടുക്കാണ്ടിരിക്കുക അപ്പൊ പിന്നെ നോമ്പുണ്ടായിക്കോട്ടെ അല്ല. ഇത് എന്റെ റബ്ബിന്റെ കൽപ്പന. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ, ആരോഗ്യത്തോടെ നാട്ടിൽ താമസിക്കവേ ആ മാസത്തിന് നീ സാക്ഷിയായാൽ നീ നോമ്പെടുത്തോളണം. എന്റെ റബ്ബിന്റെ കൽപ്പന വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തിന്നണ്ട കുടിക്കണ്ടെന്നാ അല്ല പ്രിയപ്പെട്ടവരെയല്ല. നോമ്പെടുക്കണം എന്ന് പറഞ്ഞത് തിന്നണ്ട കുടിക്കണ്ട എന്നല്ല, മറിച്ച് ഇംസാക്ക് ചെയ്യാനാണ്. നോമ്പിന്റെ അർത്ഥം അൽ ഇംസാക്ക്. നിങ്ങൾ നോക്കിക്കോ, ഡിക്ഷണറി പരിശോധിച്ച് നോക്കിയ നോമ്പിന്റെ അർത്ഥം തിന്നരുത് കുടിക്കരുത് അങ്ങനെ കാണുക അല്ല. അൽ ഇംസാക്ക് പിടിച്ചു വെക്കലാണ്. എന്തിനെ? പ്രധാനമായും തീറ്റയും കുടിയും. അത് നഫ്സിന് തർബിയത്ത് കൊടുക്കാൻ. പിന്നെ കണ്ണിനെ പിടിച്ചു വെക്കണം, കാതിനെ പിടിച്ചു വെക്കണം, ഗുഹ്യാവയവത്തിനെ പിടിച്ചു വെക്കണം, കൈകാലുകളെ പിടിച്ചു വെക്കണം. ഒരു മാസം നഫ്സിനെ ശരീരത്തിനെ ചങ്ങലക്കിട്ട് പൂട്ടിയിടുക, അതാ നോമ്പിന്റെ ലക്ഷ്യം. പൂട്ടിയിടാണ്ട് വിശന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി, കളവ് പറയുക, കള്ളത്തരം കാണിക്കുക, ഇതൊന്നും ആരെങ്കിലും ഒഴിവാക്കുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, അള്ളാഹ്ക്ക് ഒരാവശ്യമില്ല. നിങ്ങൾക്ക് വേറെ അർത്ഥ ഹദീസുണ്ട്, ഫലൈസ ലില്ലാഹി ഹാജ, അള്ളാഹുവിന് ഒരാവശ്യമില്ല. ഫീ അൻ യദഅ തആമഹു വശറാബ, അവൻ ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കുന്നതിൽ. എന്തിനാ വെറുതെ പട്ടിണി നടക്കുന്നത്? തിന്നോളും കുടിച്ചോളെ. അള്ളാഹ്ക്ക് ആവശ്യമില്ല. അള്ളാഹ്ക്ക് വേണ്ടത് അൽ ഇംസാക്ക്. ഫജ്ർ മുതൽ മഗ്രിബ് വരെ, രാത്രിയായാലും പകലുമായും ഒരു മാസം നഫ്സിനെ പിടിച്ചു മുറുക്കാൻ പറ്റിയാൽ അതാണ് ഈമാൻ. ആ ഷർത്ത് പാലിക്കപ്പെട്ടോ എന്നെങ്ങനെയാ മനസ്സിലാവാന്നറിയോ? ഓരോ ദിവസം കഴിയും തോറും നോമ്പുകാരന്റെ നോമ്പിന്റെ സൂക്ഷ്മത വർദ്ധിച്ചുകൊണ്ടേ പോകും. താഴോട്ട വരുന്നെങ്കിൽ സംതിങ് റോങ്. ആദ്യ ദിവസം ഭയങ്കര ആവേശം, നല്ല നോമ്പ്, യൂട്യൂബ് നോക്കിയിട്ടേ ഇല്ല, ഈബത്ത് പറഞ്ഞിട്ടേ ഇല്ല, കേട്ടിട്ടേ ഇല്ല, പാട്ടും കേട്ടിട്ട സിനിമയും കണ്ടിട്ട ഒന്നുമില്ല, ഭയങ്കര നോമ്പ്. 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5 നമ്മൾ ഏകദേശം ഒരു ഈമാനായില്ല. നമ്മൾ ആരുടെ നോമ്പ് എടുക്കണ്ടെന്നറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹ്.